പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 23 വെള്ളി. റോമാലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നാം നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാം അടഞ്ഞു പോയതുപോലെ തോന്നുന്ന സമയങ്ങളിൽ നാം നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കാറുണ്ട്, ഇനി എന്ത് സംഭവിക്കും? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മനുഷ്യന്റെ കണക്കിൽ അസാധ്യമായി തോന്നുന്ന നിമിഷങ്ങളിൽ വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തി തെളിയുന്നു. നാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഫെയ്ത്ത് ഈസ് ബിലീവിങ് ആൻഡ് സീയിങ്. ഇന്നത്തെ ധ്യാനവചനമായ റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് വിശ്വാസത്തിൽ ശക്തനായി നിൽക്കുന്നതായ അബ്രഹാമിന്റെ ജീവിതത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. റോമിലെ സഭയിൽ യഹൂദരും ജാതികളും തമ്മിൽ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. രക്ഷ ലഭിക്കുന്നത് ന്യായപ്രമാണം അനുസരിച്ചോ അതോ വിശ്വാസം കൊണ്ടോ എന്ന ചോദ്യമാണ് അവരെ അലട്ടിയത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയെ ഉയർത്തിക്കാട്ടി, അബ്രഹാം, ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപേ അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി കണക്കപ്പെട്ടു. കാരണം അവന്റെ പ്രവൃത്തികളല്ല, അവന്റെ വിശ്വാസമായിരുന്നുവെന്ന് അപ്പോസ്തലൻ ഇവിടെ എടുത്ത് കാട്ടുകയാണ്. അബ്രഹാമിന്റെ ജീവിത സാഹചര്യം നമുക്കറിയാം. അവന് 100 വയസ്സുണ്ടായിരുന്നു. സാറയും വയോധികയായിരുന്നു. സന്താന സാധ്യത മനുഷ്യപരമായി അസാധ്യമായിരുന്നു. എന്നിട്ടും ദൈവം അവനോട് പറയുന്നു, നിനക്ക് തലമുറകൾ ഉണ്ടാകും. ഈ വാഗ്ദത്തം കേട്ടപ്പോൾ അബ്രഹാം മനുഷ്യബുദ്ധിയാൽ കണക്ക് കൂട്ടിയില്ല, ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചില്ല, ദൈവത്തിന്റെ വാക്കിൽ ആശ്രയിച്ചു. വിശ്വാസത്തോടെ ആ വാഗ്ദത്തത്തെ നോക്കി. വചനം പറയുന്നു, അവിശ്വാസത്താൽ അവൻ സംശയിച്ചില്ല. സംശയം അവന്റെ മനസ്സിൽ വേരൂന്നാൻ അവൻ അനുവദിച്ചില്ല. അവന്റെ കണ്ണുകൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് ലക്ഷ്യമാക്കി. ജീവിതത്തിൽ വിശ്വാസം എന്നത് ഒരു തീരുമാനമാണ്. നാം ദൈവത്തെ വിശ്വസിക്കാൻ തിരഞ്ഞെടുത്താൽ മാത്രമേ വിശ്വാസം ശക്തമായിട്ട് തീരുകയുള്ളൂ. വചനത്തിൽ നാം കാണുന്നു, വിശ്വാസത്തിൽ ശക്തനായി ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി. പല ആളുകളും പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അബ്രഹാം പ്രതിസന്ധികൾക്കിടയിൽ ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. അവന്റെ വിശ്വാസം അവനെ തകർത്തില്ല, മറിച്ച് കൂടുതൽ ശക്തനാക്കി. യഥാർത്ഥ വിശ്വാസം ഇതല്ലേ? പ്രതിസന്ധികളുടെ നടുവിൽ കരയുകയല്ല, ദൈവത്തെ സ്തുതിക്കുകയാണ്. അതാണ് ദൈവത്തിന് പ്രിയമായിട്ടുള്ളതും. വചനത്തിൽ നാം വീണ്ടും കാണുന്നു, ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് പൂർണ്ണമായി ഉറച്ചിരുന്നു. അബ്രഹാം തൻ്റെ കഴിവിൽ ആശ്രയിച്ചില്ല, ദൈവത്തിന്റെ ശക്തിയിൽ മാത്രം അവൻ ഉറച്ചു നിന്നു. നമ്മുടെ കഴിവുകൾ പരിമിതമാണ്, പക്ഷെ ദൈവത്തിന്റെ ശക്തി അപരിമിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് എബിലിറ്റി, നോട്ട് അവേഴ്സ്. ഈ വചനം നമ്മുടെ ജീവിതത്തിന് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല എന്നതായ ആ ഒരു സന്ദേശം. ദൈവം വൈകാം, പക്ഷെ വൈകിപ്പോകില്ല. കാത്തിരിപ്പിന്റെ കാലം നിഷേധത്തിന്റെ കാലമല്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിന് മഹത്വം നൽകണം. അതുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുന്നത് തന്നെ ഒരു ആരാധനയാണ്. നമ്മുടെ ജീവിതത്തിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ നാം തകർന്നു പോകേണ്ടവരല്ല. ജീവിതമില്ല എന്ന് പറയുമ്പോൾ വിശ്വാസം ഉണ്ടാകേണ്ടത് ദൈവം അറിയുന്നു എന്നുള്ളതായ നിലയിലായിരിക്കണം.
When life says no, our faith should say God knows. അപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രം ഒരു പഴയ ചരിത്ര കഥ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായ ഒരു ക്ഷണമാണ്. ദൈവം നമ്മോട് ഒന്ന് ചോദിക്കുന്നു, നീ സാഹചര്യങ്ങളെ വിശ്വസിക്കുമോ അതോ ദൈവത്തെ തന്നെ വിശ്വസിക്കുമോ? അതിനാൽ നമുക്ക് സംശയത്തിന് പകരം ദൈവത്തിലുള്ളതായ വിശ്വാസം തിരഞ്ഞെടുക്കാം. ഭയത്തിന് പകരം ദൈവം നൽകുന്ന ധൈര്യം അത് തിരഞ്ഞെടുക്കാം. പ്രതിസന്ധികൾക്ക് പകരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പിടിച്ചു നിൽക്കാം. ഫെയ്ത്ത് മേക്സ് ദ ഇംപോസിബിൾ പോസിബിൾ. ആ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, അബ്രഹാമിനെ പോലെ ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. സംശയങ്ങളും ഭയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കണമേ. നിന്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കി നിന്റെ നാമത്തിന് മഹത്വം വരുത്തുവാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.